Hello dear students, Junior Instructor, Mechanic Diesel Trade in Industrial Training hand tools important questions നമുക്ക് നോക്കാം. 500 gram hammer handle length should be about dash. 500 ഗ്രാമിൻ്റെ ഹാമർ ഹാൻഡിലിൻ്റെ ലെങ്ത്ത് എത്രയാവണം? 325 millimeter ആണ്. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം മില്ലിമീറ്റേഴ്സിലാണ്. അപ്പോൾ ആൻസർ ഈസ് 325 millimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈസ് ഫിക്സ്ഡ് ഹൈറ്റ് എത്രയാണ്? 106 millimeter ആണ്. 106 millimeter. നെക്സ്റ്റ്, വൈസ് ഹാൻഡിൽ ലെങ്ത്. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈസ് ഹാൻഡിൽ ലെങ്ത് 2.5 ടൈം ദ നോമിനൽ സൈസ് ആണത്. ഓക്കെ, അടുത്തത് വൈസ് ക്ലാംസ് യൂസ്ഡ് ഫോർ ഡാഷ്. എന്തിനാണ് വൈസ് ക്ലാംസ് യൂസ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് സർഫസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് വൈസ് ക്ലാംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് പീൻ ഹാമർ ഷുഡ് പീൻ ഡാഷ്. സ്ട്രെയിറ്റ് പീൻ ഹാമർ എന്തിനാണ് പീൻ ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ആയിട്ട് പീൻ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ബെഞ്ച് വൈസ് ജോ പ്ലേറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. എന്താണ്? ടൂൾ സ്റ്റീൽ കൊണ്ടാണ് ബെഞ്ച് വൈസ് ജോ പ്ലേറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോക്സ് നട്ട് ഓഫ് എ ബെഞ്ച് വൈസ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. ബോക്സ് നട്ട്, ഒരു ബെഞ്ച് വൈസിൻ്റെ ബോക്സ് നട്ട് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഫോസ്ഫറസ് ബ്രോൺസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ്ഡ് പിൻ വൈസ് ഫോർ ഡാഷ്. പിൻ വൈസ് എന്തിനാണ് യൂസ്ഡ് ഫോർ ഡാഷ്? എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? പിൻസ് ഹോൾഡ് ചെയ്യാനായിട്ടാണ്. പിൻസ് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻഡ് വൈസ് യൂസ് പേർപ്പസ്. ഹാൻഡ് വൈസിൻ്റെ എന്താണ് അതിൻ്റെ യൂസ്? മിനിറ്റ്സ് വർക്ക് പേർപ്പസ് ആണ്. എന്താണ് ഹാൻഡ് വൈസ് യൂസ് പേർപ്പസ്? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഓഫ് ദ ഹയസ്റ്റ് ആക്യുറസി. ഏറ്റവും ആക്യുറസി കൂടുതലുള്ളത് ഏതിനായിരുന്നു? യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ആക്യുറസി. നമ്മുടെ ഡിജിറ്റൽ ലെങ്ത് ഗോജിനെക്കാട്ടും ഇൻസൈഡ് മൈക്രോമീറ്ററിനെക്കാട്ടും യൂണിവേഴ്സൽ ഹൈറ്റ് മൈക്രോമീറ്ററിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ആക്യുറസി, കൃത്യത കൂടുതലുള്ളത് യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഓഫ് ദ ഹയസ്റ്റ് ആക്യുറസി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെൻസേഴ്സ്, മൈക്രോ സ്വിച്ചസ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ഇത്രയും കൃത്യത കൂടാനായിട്ടുള്ള കാരണം? അതിൽ സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ സ്വിച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഹയസ്റ്റ് ആക്യുറസി ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇൻകറക്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അപ്പം തന്നെ പേനോണ്ട് അത് മാർക്ക് ചെയ്തേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉത്തരം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഓരോ മാർക്കും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകുന്നത് തടയാനായിട്ട് പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ളതല്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. എന്തിനെ ബേസ് ചെയ്തിട്ട്? യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് വൺ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ട്വിൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടാവും അറിയാം നമുക്ക്. പിന്നെ കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് ഉണ്ടാവും അതിന്. പിന്നെ അടുത്തത് ഓട്ടോമാറ്റിക്കലി സെൻസ് ഡയാമീറ്റർ ആണെന്നുള്ളതും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് എന്തൊക്കെയുണ്ട്? ട്വിൻ ഡിജിറ്റൽ ഡിസ്പ്ലേ പ്രസൻ്റ് ആണെന്നറിയാം. പിന്നെ അതിന് കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി സെൻസ് ഡയാമീറ്റർ ഓഫ് ബോറിൻ്റെ ഡയാമീറ്റേഴ്സൊക്കെ അത് ഓട്ടോമാറ്റിക്കലി തന്നെ സെൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഒരിക്കലും ഒരു ഹൈലി സ്കിൽഡ് ഓപ്പറേറ്ററിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഇൻകറക്റ്റ് വൺ ഏതാണ്? ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റർ ഇസ് റിക്വയർഡ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ട്വിൻ ഡിജിറ്റൽ ഡിസ്പ്ലേ എവിടെയൊക്കെ ഉണ്ട്? രണ്ട് ട്വിൻ ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരെണ്ണം ഫ്രണ്ടിലും ഉണ്ട്, വേറൊരെണ്ണം സൈഡിലാണ്. നമുക്ക് ഈസി റീഡിങ്ങിന് വേണ്ടിയിട്ട് ട്വിൻ ഡിസ്പ്ലേ ഒരെണ്ണം ഫ്രണ്ട് സൈഡിലും ആൻഡ് ദ അതർ ഇൻ ദ സൈഡ്, രണ്ടാമത്തത് സൈഡിലാണ്.
നെക്സ്റ്റ് ലോ സ്കിൽഡ് ഓപ്പറേറ്റർ ആണ് അതിന് ആവശ്യമുള്ളൂ. കാരണം എന്താണ്, അത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ലോ സ്കിൽഡ് ഓപ്പറേറ്ററാണ് അതിൽ ആവശ്യം വരുന്നുള്ളൂ. ഈ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് എലിമിനേറ്റ് പോസിബിലിറ്റീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എറർ. ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ എറേഴ്സ് ഇല്ലാതാക്കാനായിട്ട് ഇതിലെന്തുണ്ട്, ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഹൈലി സ്കിൽഡ് ഓപ്പറേറ്ററിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ ആയിട്ട് വരുന്നതെന്ന്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ സ്വിച്ചസ് ആർ പ്രസൻറ്റ്. മൈക്രോ പ്രോസസ്സറും മൈക്രോ സ്വിച്ചസും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് thermal expansion of measuring instrument made of steel is the same as a component to be measured. എന്താണ്, ഇത് രണ്ടും കറക്റ്റാണ് അല്ലേ. മൈക്രോ പ്രോസസ്സറും മൈക്രോ സ്വിച്ചസും ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് thermal expansion of measuring instrument made of steel is the same as a component to be measured. അപ്പോൾ ഇതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സെയിം കോഎഫിഷ്യൻ്റ് ഓഫ് thermal expansion of measuring instrument and component to be measured, hence there is no effect of temperature variation on measuring accuracy. അതായത് സെയിം തെർമൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആണ്. ഏത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനായാലും ഏത് കമ്പോണൻ്റ് ആണോ മെഷർ ചെയ്യേണ്ടത് അതിൻ്റെയും രണ്ടിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അവിടെ ബാധിക്കുന്നില്ല. ഓക്കെ, അക്യുറസി മെഷർ ചെയ്യുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ എഫക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പെർമിസിബിൾ മെഷറിംഗ് സ്പീഡ് ഇൻ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ എറർ ഫ്രീ റീഡിംഗ്? എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് റീഡ് ചെയ്യാനായിട്ട് എന്താണ് ഈ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പെർമിസിബിൾ ആയിട്ടുള്ള മെഷറിംഗ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. 1 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. 1 മീറ്റർ/സെക്കൻഡ് ഈസ് എ പെർമിസിബിൾ മെഷറിംഗ് സ്പീഡ് ഫോർ എറർ ഫ്രീ റീഡിംഗ്. എറർ ഫ്രീ റീഡിങ്ങിനായിട്ട് പെർമിസിബിൾ മെഷറിംഗ് സ്പീഡ് എത്രയായിരുന്നു? 1 മീറ്റർ/സെക്കൻഡ് ആണ്. ദീസ് ഇൻസ്ട്രുമെൻറ്റ് സേവ്സ് ഇൻസ്പെക്ഷൻ ടൈം വിത്ത് ഹൈ ആക്യുറസി. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, ഇൻസ്പെക്ഷൻ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ, ഹൈ ആക്യുറസിയാണ്. അപ്പോൾ എപ്പോഴും മെഷർ ചെയ്തിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പുഷ് ബട്ടൺസ് ആർ നീഡഡ് ഫോർ കൺവീനിയൻറ്റ് ആൻഡ് ഈസി ഓപ്പറേഷൻസ്? കൺവീനിയൻ്റ് ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എത്ര പുഷ് ബട്ടൺസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? 5 എണ്ണം. ഓക്കെ, there are 5 push button keys near readout for easy measurement. ഈസി മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ 5 പുഷ് ബട്ടൺ കീസ് ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ദീസ് 5 buttons ആർ സെലക്ഷൻ ഓഫ് മെഷറിംഗ് പ്രോഗ്രാം, ഇൻപുട്ട് ഓഫ് പ്രോബ് കോൺസ്റ്റൻറ്റ്, ചേഞ്ചിങ് റെഫറൻസ് ഡാറ്റം, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് സീറോ സെറ്റിംഗ്. ഇതാണ് ഈ 5 ബട്ടൺസിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇതും ഈ 5 എണ്ണം നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. കാരണം എന്താണ്, നമുക്കറിയാം PSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും ഇത് തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ട് അതിൽ ഇത് കറക്റ്റാണോ, സീറോ സെറ്റിങ് ഫങ്ഷൻ ഓഫ് ബട്ടൺ ആണ് എന്ന് പറഞ്ഞു തരും. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ നമ്മൾ ഓപ്ഷൻസിൽ തരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മാറിയ പാറ്റേൺ അനുസരിച്ചിട്ടും കൂടി നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ 2-3 എണ്ണം തന്നിട്ട് ഇതിൽ പെടാത്തത് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് 5 ബട്ടൺസ് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയായിരുന്നു? സെലക്ഷൻ ഓഫ് മെഷറിംഗ് പ്രോഗ്രാം, ഇൻപുട്ട് ഓഫ് പ്രോബ് കോൺസ്റ്റൻറ്റ്, ചേഞ്ചിങ് റെഫറൻസ് ഡാറ്റം, അടുത്തത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, പിന്നെ സീറോ സെറ്റിംഗ്. ഇതായിരുന്നു 5 പുഷ് ബട്ടൺ കീസിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is correct about electronic display unit of universal measuring instrument? Universal measuring instrumentലെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ യൂണിറ്റിനെ പറ്റിയിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കണേ അല്ലേ. കറക്റ്റ് വൺ ഏതാണ്? സെൻസിറ്റീവ് ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് ആണോ? അല്ല. നോൺ റിമൂവബിൾ ആണെന്ന്, അതും തെറ്റാണ്. കാസ്റ്റ് അയൺ പ്രൊട്ടക്ഷൻ കവർ ഉണ്ടെന്ന്, അപ്പോൾ അതും തെറ്റാണ്.
അതിൽ കറക്റ്റ് ആയത് എന്താണ്? ഇറ്റ് ഈസ് പ്ലഗ് ഇൻ ടൈപ്പ്. അത് പ്ലഗ് ഇൻ ടൈപ്പ് ആണ് എന്ത്? യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസിന് അത് ബാധിക്കുന്നേ ഇല്ല അല്ലേ. ആൻഡ് ഓയിൽ ഫിലിമും ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസും ഒന്നും അതിനെ ബാധിക്കുന്നില്ല. ഇറ്റ് ഈസ് ഈസിലി ഇൻ്റർചേഞ്ചബിൾ. നമുക്കതിനെ ഇൻ്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവർ ഓപ്ഷനിൽ പറഞ്ഞത് നോൺ റിമൂവബിൾ ആണെന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഈസിലി ഇൻ്റർചേഞ്ചബിൾ ആണ്. ദർ ഇസ് ആൻ അലുമിനിയം പ്രൊട്ടക്ഷൻ കവർ ഫോർ ആൻ ഇലക്ട്രോണിക് ഡിസ്പ്ലേ യൂണിറ്റ്. അവിടെ ഒരു അലുമിനിയത്തിൻ്റെ പ്രൊട്ടക്ഷൻ കവറാണ് ഉള്ളത്, അല്ലാതെ കാസ്റ്റ് അയണിൻ്റെ പ്രൊട്ടക്ഷൻ കവറല്ല. എന്തായിരുന്നു? അലുമിനിയം പ്രൊട്ടക്ഷൻ കവറാണ് ഉള്ളത്. അപ്പോൾ പിന്നെ അതിൽ ട്രൂ ആയിട്ടുള്ളത് പ്ലഗ് ഇൻ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസും ഓയിൽ ഫേമിനൊക്കെ അത് ഇൻസെൻസിറ്റീവ് ആണ്, ഈസിലി ഇൻ്റർചേഞ്ചബിൾ ആണ്. അലുമിനിയം പ്രൊട്ടക്ഷൻ കവറാണ് അതിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ യൂണിറ്റിൽ ഉള്ളത്. പിന്നെ അത് പ്ലഗ് ഇൻ ടൈപ്പാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അപ് ടു വിച്ച് ടെമ്പറേച്ചർ ഫോർ കറക്റ്റ് റീഡിംഗ്? കറക്റ്റ് റീഡിങ്ങിനായിട്ട് ഒരു യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് എത്ര ടെമ്പറേച്ചർ വരെയാണ് അതിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത്? ഓപ്ഷൻ ഡി ആണ്. 50 ഡിഗ്രി വരെയാണ് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ടെമ്പറേച്ചർ അപ് ടു 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 95% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ഫോർ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് ആദ്യം വായിച്ച് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ദർ ഈസ് എ റാക്ക് ആൻഡ് pinion movement in measuring slide. Next statement, an independent power supply unit is screwed to the base. അതിൻ്റെ ബേസിൽ എന്താണ്? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ യൂണിറ്റ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കണേ? അവിടെ ഒരു റാക്കും പിനിയൻ മൂവ്മെൻറ്റും ഉണ്ട് എന്ന് മെഷറിംഗ് സ്ലൈഡിൽ. അപ്പോൾ എന്തായിരുന്നു? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. അതായത് അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ സപ്ലൈ യൂണിറ്റ് സ്ക്രൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിന്. ഏതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയണത്? യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. അതിൽ ദർ ഈസ് നോ റാക്ക് ആൻഡ് പിനിയൻ മൂവ്മെൻറ്റ് ഓർ / ഇൻ EDU. അതിലെന്താണ്? ഒരു റാക്കും ആൻഡ് പിനിയൻ മൂവ്മെൻ്റ് ഒന്നും അതിൽ ഇല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റർചേഞ്ചബിൾ. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, ഇൻ്റർചേഞ്ചബിൾ ആണ്. എ പവർ സപ്ലൈ യൂണിറ്റ് ഈസ് സ്ക്രൂഡ് വിത്ത് 4 സ്ക്രൂസ് ടു ദ ബേസ്. അതിൻ്റെ താഴെ പവർ സപ്ലൈ യൂണിറ്റ് 4 സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് വിച്ച് ക്യാൻ ബി ടേക്കൻ കെയർ ബൈ ആൻ ഇലക്ട്രോണിക് യൂണിറ്റ് ഇൻ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? എന്തായിരുന്നു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ റേഞ്ച്? നമ്മൾ ഇലക്ട്രോണിക് യൂണിറ്റിൽ യൂണിവേഴ്സൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ അതിൻ്റെ റേഞ്ച് എത്രയായിരുന്നു? -18% ടു +20% ആണ്. ഒരു ഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതിന്? ഈ ഇലക്ട്രോണിക് യൂണിറ്റിന് നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് വഴി ഒരു ഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര റേഞ്ചിലാണ്? -18 ടു +20% ഫ്ലക്ച്വേഷൻസ് ഓഫ് വോൾട്ടേജ് ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സർക്കാർ ജോലിയിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്